നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ പണിമുടക്കിൽ സ്തംഭിച്ച രാജ്യം. ട്രേഡ് യൂണിയനുകളും ഫെഡറേഷനുകളും ഉൾപ്പെടെ 30 കോടിയിലധികം പേർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി. ദില്ലിയിൽ ജന്തർ മന്ദിറിലും രാജ്യതലസ്ഥാനത്തെ വ്യവസായ മേഖലകളിലും വൻ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നത്. CB ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസീത, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ കാർഷിക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ജനകീയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ദേശീയ പണിമുടക്കും അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ സ്തംഭിപ്പിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് ദില്ലിയിലെയും UP-യിലെയും ബോർഡറായ ഗാസിയാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിലെ വ്യവസായ മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. രാവിലെ 6 മണി മുതൽ തന്നെ തൊഴിലാളികൾ ഈ ഒരു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുകയും തെരുവുകളിൽ വലിയ പ്രതിഷേധ റാലി അടക്കം സംഘടിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ നോയിഡ അടക്കമുള്ള മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെയും വളരെ വലിയ സജീവമായ പങ്കാളിത്തമാണ് ഈ ഒരു പ്രതിഷേധ റാലികളിൽ ഉണ്ടായത്. ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമര കേന്ദ്രമായ ജന്തർ മന്ദിറിൽ 10ഓളം ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ സംഗമം തീർത്തത്. അവിടെ ഈ മാധ്യമ മേഖലയുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കൂട്ടായ്മയായ KUWJ അടക്കമുള്ള സംഘടനകളുടെയും പ്രതിഷേധവും ഈ ജന്തർ മന്ദിറിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ബിജു കൃഷ്ണൻ അതോടൊപ്പം തന്നെ വൃന്ദ കാരാട്ട് കൂടാതെ റഹീം MP തപൻ സെൻ അടക്കമുള്ള നിരവധി പ്രമുഖരായ നേതാക്കന്മാർ ഈ ഒരു റാലിയുടെയും പ്രതിഷേധ സംഗമത്തിൻ്റെയും നേതൃത്വം നൽകുകയും ചെയ്തു. കൂടാതെ എല്ലാ സംഘടിത മേഖലയിൽ നിന്നും അസംഘടിത മേഖലയിൽ നിന്നെല്ലാം തന്നെയും വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത്. യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടന എല്ലാം തന്നെയും വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ രാജ്യം സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. ബീഹാറിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബിയാണ് അവിടെ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത്. അതോടൊപ്പം തന്നെ സമസ്ത മേഖലയിൽ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും UP-യിലായാലും ബംഗാളിലായാലും മഹാരാഷ്ട്രയിലായാലും ഹരിയാന പഞ്ചാബ് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ വ്യവസായ മേഖലയെല്ലാം തന്നെയും പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമുഖമാണ് ഈ ഒരു ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ പുതിയ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക, തൊഴിലിന് സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ തൊഴിൽ സമയം 8 മണിക്കൂർ എന്നുള്ളത് ദീർഘിപ്പിക്കാനുള്ള ഒരു നടപടി പിൻവലിക്കുക, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾ അവസാനിപ്പിക്കുക അടക്കമുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ സമരം. കർഷകരും തൊഴിലാളികളും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു സമരം എന്ന രീതിയിൽ അത് വലിയ ഒരു വിജയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് മുന്നോട്ട് പോയത്. 24 മണിക്കൂർ നീണ്ട ഈ ഒരു പണിമുടക്ക് ഇത് രാജ്യം കണ്ട 22ാമത്തെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്ക് കൂടിയാണ് കടന്നുപോയത്. നരേന്ദ്രമോദി സർക്കാരിന് വലിയ താക്കീതായി ഈ ദേശീയ പണിമുടക്ക് മാറുകയും ചെയ്തു. അസിത.